CMRL എക്സാലോജിക് മാസപ്പടി കേസിന് പിന്നാലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലും CPM കുരുക്കിൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാക്കളായ AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് തുടങ്ങിയ 28 പ്രതികളെയും വിചാരണ ചെയ്യാനാണ് കോടതി അനുമതി നൽകിയിരിക്കുന്നത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് നേതാക്കൾ കോടതിയിൽ വാദിച്ചെങ്കിലും വാദം കോടതി തള്ളുകയായിരുന്നു. അടുത്ത മാസം 4-ന് കോടതിയിൽ ഇവർ നേരിട്ട് ഹാജരാകണം. പ്രതിപ്പട്ടികയിലെ 28 പേർക്കാണ് സമൻസ് അയച്ചത്. കേസിൽ CPMനെയും കൂടി പ്രതി ചേർച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതികളായവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി PMLA കോടതി വിചാരണ ചെയ്യാനുള്ള അനുമതിയും നൽകിയിരിക്കുന്നത്. 232 കോടിയുടെ തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നെന്നാണ് EDയുടെ കണ്ടെത്തൽ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾ 180 കോടി രൂപ സമ്പാദിച്ചതായി ED പറയുന്നു. 128 കോടി രൂപ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്ന് ED കണ്ടുകെട്ടിയിട്ടുമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു തട്ടിപ്പ് കേസിൽ ED ഏതെങ്കിലും ഒരു പാർട്ടിയെ പ്രതി ചേർക്കുന്നത്. തട്ടിപ്പിന് CPM ആണ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടിയെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത്. 2012-13 കാലത്ത് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ക്രമക്കേടുകൾക്ക് തുടക്കമിട്ടത്. ക്രമരഹിതമായി വായ്പ അനുവദിക്കുക, ഒരേ ഈടിന്മേൽ വായ്പ അനുവദിക്കുക എന്നിവയെല്ലാം ബാങ്കിൽ നടന്നു. പാർട്ടി ഓഫീസിന് സ്ഥലം വാങ്ങിയതും കെട്ടിടം നിർമ്മിച്ചതുമെല്ലാം കരുവന്നൂർ തട്ടിപ്പിൽ ലഭിച്ച പണം ഉപയോഗിച്ചാണെന്നും EDയുടെ കണ്ടെത്തലിലുണ്ട്. ബാങ്ക് തട്ടിപ്പ് കേസിൽ ഭരണസമിതിയിലെ 53 പേർക്കെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വിചാരണ തുടങ്ങിയിട്ടുമുണ്ട്. നേതാക്കളെ പ്രതി ചേർത്ത് ഇപ്പോൾ അനുബന്ധ കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിലും PMLA കോടതി EDക്ക് അനുകൂലമായാണ് ഉത്തരവ് നൽകിയത്. CMRL മാസപ്പടി കേസിൽ വീണ വിജയനെതിരെയുള്ള അന്വേഷണം ED ശക്തിപ്പെടുത്തിയിരുന്നു. പിണറായി വിജയന്റെ തിരുവനന്തപുരം അടക്കമുള്ള വീടുകളിലും CMRL ഓഫീസുകളിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ 242 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ED കണ്ടെത്തിയിട്ടുണ്ട്. ED സംഘത്തിനു നേരെ കടുത്ത ആക്രമണം നടത്തിയാണ് CPM പ്രതികരിച്ചത്. ആക്രമണത്തിൽ ഉൾപ്പെട്ട നേതാക്കൾ ജാമ്യമൊഴി ലഭിക്കാതെ ജയിലിൽ തുടരുകയുമാണ്. കേസിൽ ഉൾപ്പെട്ടവരെ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് കരുവന്നൂർ കേസും CPMന് എതിരെ തിരിയുന്നത്. K രാധാകൃഷ്ണൻ നിലവിൽ MP-യും മുൻ മന്ത്രി AC മൊയ്തീൻ നിലവിൽ MLA-യുമാണ്. CPM മുൻ ജില്ലാ സെക്രട്ടറിയാണ് വർഗീസ്. ഇവരെ കൂടാതെയാണ് CPMും പ്രതി ചേർക്കപ്പെടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ ഏൽപ്പിച്ച ആഘാതം പാർട്ടിയെ വേട്ടയാടുമ്പോൾ തന്നെയാണ് മാസപ്പടി കേസും കരുവന്നൂർ തട്ടിപ്പ് കേസുമൊക്കെ സജീവമാകുന്നതും.